നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കരുവന്നൂരിനൊപ്പം തന്നെ എക്സാലോജിക്കിലും കുരുക്ക് മുറുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോഴിതാ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. മാസപ്പടി കേസിൽ പ്രാഥമിക വിവരശേഖരണം ഇഡി ഇപ്പോൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ CMR ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. കരിമണൽ കർത്തയുടെ കമ്പനിയെ ജീവനക്കാർ നൽകുന്ന മൊഴി അതിനിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നാളെ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട CMR ഉദ്യോഗസ്ഥർക്ക് ഇഡി നോട്ടീസ് നൽകി. കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നോട്ടീസിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഫിനാൻസ് ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയാണ് നാളെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുള്ളത്. ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയാണ് ഈ കേസിന് ആധാരം. ഈ വിധിയെ അംഗീകരിച്ച് CMR നികുതി വെട്ടിപ്പിൽ പിഴയടച്ച് ഒഴിവാക്കി. ഈ സാഹചര്യത്തിൽ ഇഡിക്ക് മുമ്പിൽ അന്ന് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന് മുന്നിൽ നൽകിയ മൊഴി ആവർത്തിക്കുമോ എന്നതാണ് നിർണായകം. ആ മൊഴി നിരസിക്കാൻ പറ്റാത്ത സാഹചര്യം CMRന് മുന്നിലുണ്ട്. കാരണം വിധിക്കെതിരെ അവർ അപ്പീൽ പോയിട്ടില്ല. അത് അംഗീകരിച്ച് കേസ് ഒഴിവാക്കുകയും ചെയ്തു. പിഴയടച്ച ഈ കേസിൽ ഇനി മൊഴി മാറ്റിയാൽ അത് പുതിയ പ്രശ്നമാകും. പിണറായി വിജയന്റെ മകൾ വീണ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കിനും കരിമണൽ കമ്പനിയായ CMRൽ നിന്ന് ഇല്ലാത്ത സേവനത്തിന് 1,72,00,000 രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. ഇതുകൂടാതെ ലോൺ എന്ന നിലയിലും വീണയ്ക്ക് പണം നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്ര സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അന്വേഷണം തുടരുന്നതിനിടയിലാണ് ഇഡി അന്വേഷണം നടത്തുന്നത്. വീണ വിജയൻ, എക്സാലോജിക് കമ്പനി, CMR, പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്നിവയാണ് നിലവിൽ അന്വേഷണ പരിധി ുള്ളത്. ഇതിനെല്ലാം ആധാരം സെറ്റിൽമെന്റ് ബോർഡിന് മുന്നിൽ CMRന്റെ മൊഴികളാണ്. അത് ഇഡിക്ക് മുന്നിലും ആവർത്തിച്ചാൽ വീണ വിജയൻ പ്രതിസന്ധിയിലാകും. CMRലുമായുള്ള സാമ്പത്തിക ഇടപാടിന് പുറമെ വീണ വിജയന്റെ സ്ഥാപനം നടത്തിയ മറ്റ് സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുമോ എന്ന് വ്യക്തമല്ല. എന്നാൽ ഇല്ലാത്ത സേവനത്തിന് വീണയുടെ കമ്പനി പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇഡിയുടെ കണക്കുകൂട്ടൽ. CMRന്റെ ബാലൻസ് ഷീറ്റിൽ ഇവയെല്ലാം തന്നെ ഉണ്ട് തരം. അന്വേഷണത്തിന്റെ അടുത്ത പടിയായി വീണയടക്കമുള്ള എതിർകക്ഷികളിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെടും. CPM പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കരുവന്നൂരിൽ ഇഡി ചോദ്യം ചെയ്യൽ നടത്തുകയാണ്. ഇപ്പോൾ അറസ്റ്റിലേക്കും കടക്കുമെന്നാണ് സൂചന. ഇതിനിടെയാണ് എക്സാലോജിക്കിലെ അന്വേഷണം കൂടി വരുന്നത്. ഇലക്ഷൻ ദിവസമാണ് ഇനി വരാനുള്ളത് എന്നതുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയാണ്.